ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ്. അതിൻ്റെ അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്. CI എഞ്ചിൻ വരുന്നുണ്ട്, SI എഞ്ചിൻ വരുന്നുണ്ട്. അതിന് തന്നെ എന്താണ് നമുക്ക് 4 സ്ട്രോക്ക് അതുപോലെ തന്നെ എന്താണ് 2 സ്ട്രോക്ക് എഞ്ചിൻസും വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ഒരു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബേസിക്കലി ഒരു എൻജിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ എൻജിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോം വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. എന്താണ് ഒരു എനർജീനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻജിൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ തെർമൽ എനർജി അതിനെ എന്താണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് ഹീറ്റ് എൻജിൻസ് എന്ന് വിളിക്കാം. സോ അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് പഠിക്കാൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ് ഒരു ഹീറ്റ് എൻജിൻ, അതിനെ തന്നെ എന്താണ് IC എൻജിൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് EC എൻജിൻ വരുന്നുണ്ട്. ദെൻ ഈ IC എൻജിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോഴാണ് എന്ത് SI എൻജിൻ CI എൻജിനൊക്കെ വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് പറഞ്ഞു എന്ത് എനർജീനെ കൺവേർട്ട് ചെയ്യുക, അതായത് ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് എൻജിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ തെർമൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എൻജിൻ യൂസ് ചെയ്യുന്നത്. then ഇനി ഹീറ്റ് എൻജിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ഇൻ ടു thermal energy and then utilize this thermal energy to perform useful mechanical work. Thus, in a heat engine, the thermal energy is converted into mechanical energy. അവിടെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഹീറ്റ് എൻജിൻ എടുക്കുമ്പോൾ അതിനകത്തു നിന്നാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഗ്യാസസ് വരാം, ഗ്യാസോലിൻസ് വരാം, ഡീസൽസ് വരാം. എന്നാണ് പെട്രോളിയം പ്രോഡക്റ്റ്സ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹീറ്റ് എൻജിനകത്ത് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹീറ്റ് എൻജിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു ഫ്യൂവൽ നമുക്ക് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ കെമിക്കൽ എനർജീനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹീറ്റ് എൻജിൻ. നമുക്ക് ബേസിക് ആയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹീറ്റ് എൻജിനിലേക്ക് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇൻപുട്ട് കൊടുക്കും. ആ ഒരു ഫ്യൂവൽ ഇൻപുട്ടിനെ ബേൺ ചെയ്യും, കമ്പസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഹീറ്റ് എനർജി കിട്ടും. അവിടെ നിന്നാണ് കെമിക്കൽ എനർജീനെ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആ ഒരു തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ഒരു പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷനിലൂടെ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ആ ഒരു എനർജീനെ, അതായത് ആ ഒരു തെർമൽ എനർജീനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ് ഒരു തെർമൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഒരു ഹീറ്റ് എൻജിൻ യൂസ് ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ കമ്പഷൻ എൻജിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്യുന്നത് ഈസ് ഇൻസൈഡ് ദി എൻജിൻ. അതാണ് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് തന്നെയാണ് എന്ത് ഒരു കമ്പഷൻ പ്രോസസ്സ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് IC എൻജിൻസ് ആണ്, അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. ദെൻ എക്സ്റ്റേർണൽ കമ്പഷൻ എൻജിൻ. ഇപ്പോൾ എന്താണ് ഈ ഒരു കമ്പഷൻ പ്രോസസ്സ് ആ ഒരു എൻജിൻ്റെ പുറത്താണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ EC എൻജിൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേർണൽ കമ്പഷൻ എൻജിൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് എന്താണ് ഈ IC എൻജിൻസ് നോക്കാം. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ് engine where the combustion of fuel occur inside the combustion chamber, which is an integral part of the engine. The high pressure gas produced pushes the piston, which turn drives the crankshaft to produce motion. അതാണ് ഈ ഒരു കമ്പേഷൻ, അവിടെ കമ്പേഷൻ ചാമ്പറിൻ്റെ അകത്താണ് എന്ത് ഒരു ഫ്യൂവലിൻ്റെ കമ്പേഷൻ നടക്കുന്നത്. ഇതിനാണ് നമ്മൾ IC എൻജിൻ എന്ന് വിളിക്കുന്നത്. അതാണ് ഈ ഒരു ഹൈ പ്രഷർ, ഈ ഒരു ഗ്യാസിൻ്റെ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു എൻജിൻ്റെ പാർട്സ് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, ഒരു SI എൻജിൻ, അതായത് ഒരു സ്പാർക്ക് ഇഗ്നിഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ IC എൻജിൻ, അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിന് തന്നെ എന്താണ് ഇനിയും ക്ലാസിഫിക്കേഷൻ വരുന്നത്, അതായത് കമ്പഷൻ ഇഗ്നിഷൻ എൻജിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് ഹോട്ട് പോട്ട് ഇഗ്നിഷൻ എൻജിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് CI എൻജിൻ, കമ്പഷൻ ഇഗ്നിഷൻ എൻജിനും അതുപോലെ തന്നെ എന്താണ് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനും ആണ് വരുന്നത്. സോ അങ്ങനെ ഒരു SI എൻജിൻ്റെ ഒരു ഡയഗ്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
സോ ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എഞ്ചിന് ഡിഫറെൻറ്റ് വേറെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനനുസരിച്ച് നമുക്കതിനെ റോട്ടറി എഞ്ചിൻ എന്നും റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്നും വിളിക്കാം. അതല്ല, അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു പിസ്റ്റൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. സോ ഇതെന്താണ്, ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു IC എഞ്ചിൻ എന്താണ്, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ്. ഇതല്ലാതെ എന്താണ്, IC എഞ്ചിനിൽ തന്നെ എന്തുണ്ട്, റോട്ടറി എഞ്ചിൻ വരുന്നുണ്ട്. സോ അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമുക്ക്. ഇവിടെ ഇപ്പോൾ SI എഞ്ചിനും CI എഞ്ചിനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. സോ നമ്മൾ പറഞ്ഞെന്ത്, ഫ്യൂവൽ, അതായത് ഇൻപുട്ട് വരുന്ന ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ആണ് എന്ത്, മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഫ്യൂവൽ ഇൻടേക്ക് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യണം, കമ്പോസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രഷർ യൂസ് ചെയ്തിട്ട് ഒരു പിസ്റ്റൺ മൂവ്മെൻറ്റ് നടക്കണം. ദെൻ ആ ഒരു പിസ്റ്റൺ മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് വേണം, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ എന്താ വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത്രയും പാർട്സ് നമുക്ക് എന്ത് ചെയ്യും, ഒരു എഞ്ചിനിൽ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ്, ഇതൊരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. അതാണ്, ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എയറും ഫ്യൂവലിൻ്റെ മിക്സർ അല്ലെങ്കിൽ എയറും ഫ്യൂവലും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിലിണ്ടറിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ പാർട്സും എന്താണ് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും, അതിനകത്തേക്ക് എന്ത് ചെയ്യും, ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എയറും അതുപോലെ തന്നെ ഫ്യൂവലും നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇൻടേക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് ഒരു SI എഞ്ചിനാണ്. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, അതായത് എഞ്ചിൻ്റെ ടൈപ്പ് അനുസരിച്ച് എന്ത് ചെയ്യും, ചില പാർട്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കെന്താണ്, അപ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എയർ ഫ്യൂവൽ മിക്സർ അല്ലെങ്കിൽ എന്താണ് എയറും ഫ്യൂവലും എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അതിനെ കമ്പോസ്റ്റ് ചെയ്യണം. കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ CI എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനകത്തേക്ക് വരുന്നത് എന്തായിരിക്കും, ഒരു ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. സോ അവിടെ ഫ്യൂവൽ വാൽവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. നമുക്ക് എന്തിനാണ് അത് കമ്പേഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനിയിപ്പോൾ അത് ബേൺ ചെയ്ത് വിചാരിക്കും. അപ്പോൾ എന്താ പറയുക, അവിടെ ഒരു ഹൈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്രഷർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പോസിബിൾ ആവുന്നത്. സോ എന്തുണ്ട്, ഇതിനകത്ത് ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. ദെൻ പിസ്റ്റൺ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ഒരു ക്രാങ്ക് അതുപോലെ തന്നെ എന്താണ് ഒരു കണക്റ്റിംഗ് റോഡും വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പിസ്റ്റണിൽ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ഗൺ പിൻ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഈ ഒരു ക്രാങ്കും കണക്റ്റിംഗ് റോഡും കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ക്രാങ്ക് പിൻ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഈ ഒരു ക്രാങ്ക് എവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, ക്രാങ്ക് ഷാഫ്റ്റിലാണ്. ദെൻ ഈ ഒരു ടോട്ടൽ ബ്ലോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം, സിലിണ്ടറിക്കൽ ബ്ലോക്ക് എന്ന് വിളിക്കാം. പിന്നെ വരുന്നത് സമ്പ്. ഇത്രയും പാർട്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് എന്താണ്, ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഈ ഒരു ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു എക്സോസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു കമ്പേഷൻ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, എക്സോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു എക്സോസ്റ്റ് വാൾവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാർട്സിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ഓരോ പാർട്സിൻ്റെയും ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലിണ്ട്രിക്കൽ ബ്ലോക്കാണ് എന്ത്, ഇതിൻ്റെ മെയിൻ സപ്പോർട്ടിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു ഇതിനകത്തുള്ള പാർട്സ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മൊത്തം പാർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു സിലിണ്ട്രിക്കൽ ബ്ലോക്കാണ്. നമ്മൾ ഈ സിലിണ്ട്രിക്കൽ ബ്ലോക്ക് എന്ത് ചെയ്യാണ്, കാസ്റ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മീൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും എന്ത് കാസ്റ്റിംഗ് പ്രോസസ്സോ എന്താണ് കാസ്റ്റിംഗ് പ്രോസസ്സ് യൂസ് ആണ് എന്ത് ഈ ഒരു ബ്ലോക്ക് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ ഈ ഒരു സിലിണ്ടറിൻ്റെ ഹെഡ് എവിടെയാണ്, ഈ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കിലായിരിക്കും മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ആ ഒരു സിലിണ്ടർക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് വാട്ടർ കൂൾഡ് എഞ്ചിൻ വരുന്നുണ്ട്, എയർ കൂൾഡ് എഞ്ചിൻ വരുന്നുണ്ട്. സോ എന്താണ്, ഇപ്പോൾ എയർ കൂൾഡ് എഞ്ചിൻ ആണെങ്കിൽ എയർ ഫിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വാട്ടർ കൂൾഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും,
വാട്ടർ ജാക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു സിലിണ്ട്രിക്കൽ ബ്ലോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടോപ്പ് പോർഷനിലാണ് ഈ ഒരു ഹെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ഇതിൻ്റെ ബോട്ടം പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടു എന്താണ് സമ്പാണ്, അത് എന്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ സമ്പാണ് എന്ത് ഈ ഒരു ബോട്ടം പോർഷൻ വരുന്നത്. ദെൻ ക്രാങ്ക് കേസ് എവിടെ ആയിരിക്കും, ബോട്ടം പോർഷനിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഇതിൻ്റെ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബോർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് സിലിണ്ട്രിക്കൽ ബോർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണ് സിലിണ്ട്രിക്കൽ ഫേസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു പോർഷനാണ് എന്ത് ഈ ഒരു എന്താണ് സിലിണ്ട്രിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഈ ഒരു പോർഷൻ. ദെൻ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ക്രാങ്ക് കേസ്, ഈ ഒരു ക്രാങ്കും സംഭവമുള്ള ആ ഒരു പീസ് നമുക്ക് ക്രാങ്ക് കേസ് എന്ന് വിളിക്കാം. ഓൾറെഡി പറഞ്ഞു എന്താണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദെൻ സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പേര് പോലെ തന്നെ എന്താണ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻജിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സസും എന്താണ് ഈ ഒരു സിലിണ്ടറിനകത്താണ് ഒക്കർ ചെയ്യുന്നത്. ദെൻ കംസ് ദി പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറഞ്ഞാലത്തെ എന്താണ് ഒരു സിലിണ്ട്രിക്കൽ കമ്പണൻ്റ്. അപ്പോൾ സിലിണ്ട്രിക്കൽ ഷേപ്പാണല്ലോ നമ്മളുടെ എന്ത് വരുന്നത് ഈ ഒരു സിലിണ്ടർ വരുന്നത്. സോ പിസ്റ്റണും എന്തായിരിക്കും സിലിണ്ട്രിക്കൽ ഷേപ്പ് തന്നെ ആയിരിക്കും. ഈ ഒരു പിസ്റ്റൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഗ്യാസിൻ്റെ ഫോഴ്സാണ് എന്ത് ഈ ക്രാങ്കിലേക്ക് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് എന്താ ഒരു പിസ്റ്റൻ്റെ ഇതെന്ന് പറയും, പിസ്റ്റൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. വരുന്നതാണ് കമ്പൾഷൻ ചേമ്പർ. അപ്പോൾ എന്താണ് പാർട്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. സോ ഇനി കമ്പൾഷൻ ചേമ്പർ എന്ന് പറയുന്നത് എന്താണ് സ്പേസ് എൻക്ലോസ്ഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി സിലിണ്ടർ ബൈ ദ സിലിണ്ടർ ആൻഡ് പിസ്റ്റൺ ടോപ്പ് ഡ്യൂറിങ് ദി കമ്പൾഷൻ പ്രോസസ്. അപ്പോൾ എന്താണ് ഈ ഒരു പിസ്റ്റൻ്റെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിലിണ്ടറിൻ്റെ അപ്പർ പോർഷനെയാണ് നമ്മൾ കമ്പൾഷൻ ചേമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും ഗ്യാസിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ കംപ്രഷന് ശേഷം ഈ ഒരു ഗ്യാസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ പിസ്റ്റണും അതുപോലെ തന്നെ സിലിണ്ടർ ഹെഡും എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ കമ്പൾഷൻ ചേമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പോൾ എന്താണ് ഇറ്റ്സ് എ പൈപ്പ് വിച്ച് കണക്ട് ദി ഇൻടേക്ക് സിസ്റ്റം ടു ദ ഇൻലെറ്റ് വാൾവ് ഓഫ് ദി എൻജിൻ ആൻഡ് ത്രൂ വിച്ച് ദ എയർ ആൻഡ് ഫ്യൂവൽ മിക്സർ ഈസ് ത്രോൺ ഇൻ ടു ദ സിലിണ്ടർ. അപ്പോൾ ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടു എന്താണ് ഈ ഒരു എൻജിൻ്റെ സിലിണ്ടറിനകത്തേക്ക് എന്ത് എയർ ഫ്യൂവൽ മിക്സർ. ഇപ്പോൾ ഡീസൽ എൻജിനാണെങ്കിൽ എന്താണ് എയർ ഫ്യൂവൽ മിക്സറും അതുപോലെ തന്നെ ഇനിയിപ്പോൾ SI എൻജിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പെട്രോൾ എൻജിനാണെന്നുണ്ടെങ്കിൽ ഫ്യൂവലും എയറും കൂടി എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് SI എൻജിനാണെങ്കിൽ എയർ ഫ്യൂവൽ മിക്സറും ഇനി അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഡീസൽ എൻജിനാണെങ്കിൽ എയർ ഇൻടേക്ക് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡ് വഴിയാണ്. തന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ് എന്താണ് ദ പൈപ്പ് വിച്ച് കണക്ട് ദി എക്സോസ്റ്റ് സിസ്റ്റം ടു ദി എക്സോസ്റ്റ് വാൾവ് ഓഫ് ദി എൻജിൻ ത്രൂ വിച്ച് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പൾഷൻ എസ്കേപ്പ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്താണ് ഈ ഒരു കമ്പൾഷൻ പ്രോഡക്ട്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു എക്സോസ്റ്റ് വാൾവ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു കമ്പൾഷന് ശേഷം ആ ഒരു വാൾവ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് വരുന്ന കമ്പൾഷൻ പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യും അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ചെയ്യും. പിന്നെ എന്താണ് രണ്ട് വാൾവ് വരുന്നുണ്ട്. അപ്പോൾ ഇൻലെറ്റ് വാൾവ് അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൾവ് ഓർക്കും എന്താണ് ഒരു മഷ്റൂം ഷേപ്പ് ആയിരിക്കും എന്ത് ഉണ്ടാവുക ഈ രണ്ട് വാൾവ്സിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഇതിനകത്തേക്ക് അതായത് എൻജിൻ സിലിണ്ടറിനകത്തേക്ക് ചാർജിൻ്റെ ഇൻകമിങ് അതുപോലെ തന്നെ എന്താണ് കമ്പൾഷൻ പ്രോഡക്റ്റിൻ്റെ ഔട്ട് ഗോയിങ്ങും കൺട്രോൾ ചെയ്യാമെന്നാണ് എന്ത് ഈ ഒരു വാൽവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻലെറ്റ് വാൽവ് അതുപോലെ തന്നെ എന്താണ് എക്സോസ്റ്റ് വാൽവ് ഉണ്ട് അല്ലെങ്കിൽ അതാണ് എന്ത് സ്പാർക്ക് പ്ലഗ്. അതാണ് ഇറ്റ്സ് എ കമ്പണൻറ്റ് ടു ഇനീഷ്യേറ്റ് ടു
ദ കമ്പോഷൻ പ്രോസസ് ഇൻ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ യൂഷ്വലി ലൊക്കേറ്റഡ് ഓൺ ദി സിലിണ്ടർ ഹെഡ്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു സിലിണ്ടർ ഹെഡിലാണ് എന്ത് ഉണ്ടാവുക, ഈ ഒരു സ്പാർക്ക് പ്ലഗ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ എന്താണിത്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലാണ് നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് കംപ്രഷന് ശേഷം നമ്മുടെ ആ ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഓൾറെഡി കണക്റ്റിംഗ് റോഡ്. എന്താണ് ആ ഒരു പിസ്റ്റൺ അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിനെ ഇന്റർകണക്ട് ചെയ്യാനാണ് കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2 എൻഡ് വരുന്നുണ്ട്. എന്താണ് സ്മോൾ എൻഡ് അതുപോലെ തന്നെ എന്താണ് ബിഗ് എൻഡ്. അപ്പോൾ സ്മോൾ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക എവിടെയാണ്, പിസ്റ്റണിലാണ്. അത് ഗഡ് ഗൺ പിൻ യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബിഗ് എൻഡ് വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ ക്രാങ്ക് പിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് കാണുന്ന ഈ ഒരു ഷേപ്പ് ആയിരിക്കില്ല വരുന്നത്. ഈ ഒരു പിസ്റ്റണുമായിട്ടുള്ള കണക്ഷൻ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ക്രാങ്കുമായിട്ടുള്ള കണക്ഷൻ എന്തായിരിക്കും, ഒരു ബിഗ് ആയിരിക്കും, കുറച്ചും കൂടി സൈസ് കൂടുതലായിരിക്കും. പിന്നെ ആ ഒരു കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഗഡ് ഗൺ പിൻ യൂസ് ചെയ്തിട്ട് പിസ്റ്റണിലും ക്രാങ്ക് പിൻ യൂസ് ചെയ്തിട്ട് ക്രാങ്കിലുമാണ് എന്ത് കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ് കൺവേർട്സ് ദ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻ ടു യൂസ്ഫുൾ റോട്ടറി മോഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഷാഫ്റ്റ്. എന്താണ് ഈ ഒരു പിസ്റ്റൺ വരുന്നത് എന്തായിരിക്കും, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആവും, ടു ആൻഡ് ഫ്രോ മോഷൻ ആവും. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ഷാഫ്റ്റിലേക്ക് സർക്കുലർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഷാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സർക്കുലർ മോഷനായി കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ക്രാങ്ക് ഷാഫ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ക്രാങ്ക് കേസിൻ്റെ അകത്തായിരിക്കും എന്ത് ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ മേലെ എന്താണ് അതിനെ സ്റ്റാറ്റിക് അതുപോലെ തന്നെ ഡൈനാമിക് ബാലൻസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ബാലൻസ് വെയിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പിസ്റ്റൺ റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിസ്റ്റൻ്റെ മേലെ എന്ത് ഉണ്ടാവും, ഈ ഒരു പിസ്റ്റൺ റിങ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിവെൻറ്റ് ദ ലീക്കേജ് ഓഫ് കമ്പേഷൻ ഗ്യാസസിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റൻ്റെ മേലെ പിസ്റ്റൺ റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഗഡ് ഗൺ പിൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് പിസ്റ്റൺ അതുപോലെ തന്നെ എന്താണ് കണക്റ്റിംഗ് റോഡിനെയും കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക, ലിങ്ക് ചെയ്തിട്ടാണ് ഗഡ് ഗൺ പിൻ ഉണ്ടാവുക. ദെൻ ക്യാം ഷാഫ്റ്റ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് പാർട്സ് കൺട്രോൾ ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് 2 വാൽവ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് ആയിരിക്കും. ടൈമിംഗ് ഗിയേഴ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്യാം ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ക്യാം ഷാഫ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡ്രിവൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് നമുക്ക് എന്താണ് എയർ ഇൻടേക്ക് വരുമ്പോൾ ഫ്രഷ് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവണം. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സിലിണ്ടർ ഫില്ലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ പവർ കംപ്രഷൻ സ്ട്രോക്കിൽ അതുപോലെ തന്നെ എന്താണ് പവർ സ്ട്രോക്കിലും ഈ 2 വാൽവ് ക്ലോസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് കമ്പേഷന് ശേഷം എക്സോസ്റ്റ് സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുകയും വേണം. അതാണ് ഈ ഒരു ഇതിനെ ടൈമിംഗ് വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ക്യാം ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്. ഇനി ഇതിനെ ക്യാം ഷാഫ്റ്റിനെ ഡ്രിവൺ ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്, ടൈമിംഗ് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട്. ദെൻ ക്യാം ഷാഫ്റ്റ് കഴിഞ്ഞ് ഇനി എന്താണ് ക്യാം വരുന്നുണ്ട്. എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ വാൽവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യാനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഫ്ലൈ വീൽ. അപ്പോൾ എന്താണ് ഈ ഒരു എന്താണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ വരുന്ന എന്താണ് ആ ഒരു ടോർക്ക് എന്ത് ഉണ്ടായിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോം ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഇനേഷ്യ ഓഫ് മാസ്, ഒരു വീലിൻ്റെ ഫോമിൽ എന്താണ് ഒരു ഇനേഷ്യ ഓഫ് മാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രാങ്ക് ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ഒരു പിസ്റ്റൻ്റെ മോഷൻ കാരണം എന്താണ്, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കാരണം ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ എന്തായിരിക്കും, യൂണിഫോം ടോർക്ക് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എന്തായിരിക്കും
ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും ആ ഒരു എൻജിനകത്ത് വരുന്ന ടോർക്ക്. ഇപ്പോൾ ഒരു യൂണിഫോം ടോർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇനേഷ്യ മാസും ക്രാങ്ക് ഷാഫ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ പേരാണ് എന്ത്, ഒരു വീൽ ഫോമിലാണ് കൊടുത്തിട്ടുണ്ടാവുക. സോ അതിനെ നമുക്ക് ഫ്ലൈ വീൽ എന്ന് വിളിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പ്രോബ്ലംസ് ഒന്നും ഒക്കെ ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുള്ള ടേംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് സിലിണ്ട്രിക്കൽ ബോർ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സിലിണ്ട്രിക്കൽ ഡയ എന്ന് പറയാം, അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ഡയ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ദ നോമിനൽ ഇന്നർ ഡയ ഓഫ് ദി വർക്കിംഗ് സിലിണ്ടർ ഈസ് കോൾഡ് ദ സിലിണ്ടർ ബോർ. എന്താണ് നമുക്ക് എന്താണ് സിലിണ്ടറിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരക്കാം, വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒക്കെ വരക്കാം. എന്താണ് അതിനകത്ത് ഡിഫറെൻറ്റ് നെയിംസ് വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം എന്താണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മളെന്താ വിളിക്കുന്നത്, സിലിണ്ടറിക്കൽ ഡയ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സിലിണ്ടറിൻ്റെ ഡയ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിനെ പിസ്റ്റൻ്റെ ഡയ. ഇപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് എന്തായിരിക്കും, പിസ്റ്റൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പിസ്റ്റൻ്റെ ഡയ എന്ന് വിളിക്കാം നമുക്ക്. നമ്മുടെ ഡി വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യാറ്, റെപ്രസെൻറ്റ് ചെയ്യാറ്. ദെൻ പിസ്റ്റൺ ഏരിയ, അല്ലെങ്കിൽ എ എന്ന് പറയാം. നമുക്ക് കാൽക്കുലേഷനിലൊക്കെ യൂസ്ഫുള്ളാണ്. ഏരിയ ഓഫ് ദി സർക്കിൾ ഓഫ് ദ ഡയ ഈക്വൽ ടു സിലിണ്ടർ ബോർ ഈസ് കോൾഡ് ദ പിസ്റ്റൺ ഏരിയ. അപ്പോൾ എന്താണ് ഈ ഒരു സിലിണ്ടറിൻ്റെ ഏരിയ തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു പിസ്റ്റൺ ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് തന്നെ പറയും. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ദെൻ സ്ട്രോക്ക് ലെങ്ത്, ഇറ്റ്സ് എ നോമിനൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ വർക്കിംഗ് പിസ്റ്റൺ മൂവ്സ് between two successive reversal of its direction of motion is called stroke and is designed by the letter L. എന്താണ് എല്ലാണ് എന്ത് സ്ട്രോക്ക് ലെങ്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, ഈ ഒരു പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്, സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തെന്താണ് ഡെഡ് സെൻറ്റർ വരുന്നുണ്ട്. സോ ഇപ്പോൾ എന്താണ് രണ്ട് ഡെഡ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നത് എന്താണ് ടോപ്പ് ഡെഡ് സെൻറ്റർ, അതുപോലെ തന്നെ എന്താണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയും. ഇതെന്താണ് ടി ഡി സി, അതുപോലെ തന്നെ എന്താണ് ബി ഡി സി. എന്താണ് ഈ ഒരു ഇത് വെർട്ടിക്കൽ എൻജിൻസിലാണ് ടി ഡി സി ബി ഡി സി വരുന്നത്. അതിനകത്ത് ഹോറിസോണ്ടൽ എൻജിനിൽ നമുക്ക് എന്താണ് ഇന്നർ ഡെഡ് സെൻറ്റർ, അതുപോലെ തന്നെ എന്താണ് ഔട്ടർ ഡെഡ് സെൻറ്റർ ആണ് വരുന്നത്. ഐ ഡി സി ഒ ഡി സി എന്നാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കുറച്ചും കൂടി നന്നായിട്ട് ക്രാങ്കിൻ്റെ ഫിഗർ വരച്ച് നമുക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ക്രാങ്ക് വരുന്നത്. ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് വരുന്നത്. ഇതിലെന്താണ് പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്രാങ്ക് എന്താണ്, ക്രാങ്കും കണക്റ്റിംഗ് റോഡും 180 ഡിഗ്രിയിലായിരിക്കുമ്പോൾ എന്താണ് ഈ ഒരു പിസ്റ്റൺ മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടി ഡി സി എന്ന് വിളിക്കുന്നത്. ഇതിനെന്താണ് ഇനി ഈ ഒരു മോഷൻ, അതായത് എന്താണ് ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യുക. അപ്പം എന്താണ് ഇതെവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇപ്പം എന്താണ് ഇവിടെയാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് എന്ന് വിചാരിക്കുക. കണക്റ്റിംഗ് റോഡും അതുപോലെ തന്നെ എന്താണ് ഈ കണക്റ്റിംഗ് റോഡല്ല കണക്റ്റിംഗ് റോഡും എന്താണ് ക്രാങ്കും എന്താണ് അവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആകുമ്പം എന്തായിരിക്കും, ഈ ഒരു പിസ്റ്റൺ മാക്സിമം ലോ പോർഷനിലായിരിക്കും. ഈ ഒരു വെർട്ടിക്കൽ എൻജിൻ ആണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബി ഡി സി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു രണ്ട് പോർഷൻ, അതായത് ടി ഡി സിയിലും അതുപോലെ തന്നെ ബി ഡി സിയിലും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു മോഷൻ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു കേസിൽ അതായത് 180 ഡിഗ്രി ആയിരിക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും പിസ്റ്റൺ വരുന്നത്. ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ പിസ്റ്റൺ അവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും വരുന്നത്, ബി ഡി സിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ടി ഡി സി കഴിഞ്ഞാൽ എന്താണ് അത് റിവേഴ്സിൽ, അതായത് ആ ഒരു മോഷൻ റിവേഴ്സ് ചെയ്യും. അതുപോലെ തന്നെ ബി ഡി സിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ മോഷൻ റിവേഴ്സ് ചെയ്യും, പിസ്റ്റൻ്റെ മോഷൻ. ആ ഒരു
അതിനെയാണ് നമ്മൾ ഡെഡ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ടോപ്പിൽ വരുന്നത് TDC, ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം പോർഷനിൽ വരുന്നത് എന്താണ് BDC, ബോട്ടം ഡെഡ് സെൻറ്ററും. ഇപ്പോൾ TDC എന്ന് പറയുമ്പോൾ എന്താണ്? ദ പിസ്റ്റൺ, ഇറ്റ് ഈസ് ദ ഡെഡ് സെൻറ്റർ വെൻ ദ പിസ്റ്റൺ ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദി ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് എന്താണ്? പിസ്റ്റൺ ഏറ്റവും ദൂരെ കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? TDC എന്ന് വിളിക്കുന്നത്. ദെൻ അത് നമുക്ക് വെർട്ടിക്കൽ എഞ്ചിനിലാണ് TDC വരുന്നത്. ഇനി ഹൊറിസോണ്ടൽ എഞ്ചിനിലാണെങ്കിൽ IDC എന്നാണ് പറയുന്നത്. ദെൻ ബോട്ടം ഡെഡ് സെൻറ്റർ BDC. ഇനി BDC വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡെഡ് സെൻറ്റർ വെൻ ദ പിസ്റ്റൺ നിയറസ്റ്റ് ടു ദ ക്രാങ്ക് ഷാഫ്റ്റ്. എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റിനോട് പിസ്റ്റൺ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഇത് BDC എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിനെ ഹൊറിസോണ്ടൽ എഞ്ചിനിലാണെങ്കിൽ ODC, ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറയും. ഇനി വെർട്ടിക്കൽ എഞ്ചിനിലാണെങ്കിൽ നമ്മൾ BDC എന്ന് വിളിക്കും. ദെൻ കംസ് ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം. എന്താണ്? VS എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ VS എന്ന് പറയുമ്പോൾ അതെന്ത് വരും? ദ നോമിനൽ വോളിയം സ്വെപ്റ്റ് ബൈ ദി വർക്കിംഗ് പിസ്റ്റൺ വെൻ ട്രാവലിംഗ് ഫ്രം വൺ ഡെഡ് സെൻറ്റർ ടു ദ അനദർ ഡെഡ് സെൻറ്റർ ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം. എന്താണ്? ഈ ഒരു രണ്ട് ഡെഡ് സെൻറ്റേഴ്സിൻ്റെ ഇടയിൽ പിസ്റ്റൺ സ്വെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ അത്രയും വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം എന്ന് വിളിക്കുന്നത്. അതെന്തായിരിക്കും? ആ ഒരു സിലിണ്ടറിൻ്റെ വോളിയം ആയിരിക്കും. അപ്പോൾ A ഇൻറ്റു ഏരിയ ഇൻറ്റു L ആയിരിക്കും. അതായത് ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? π/4 d² L, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറയുന്ന പോലെ എന്താണ്? πr² L എന്ന് പറയാം. നമ്മൾ മെയിൻലി എന്താണ്? D ആണ് എപ്പോഴും എടുക്കാറ്. ബോർഡായാണ് എടുക്കാറ്. ഇനി അതുപോലെ തന്നെ എന്താണ്? ക്ലിയറൻസ് വോളിയം VC വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ പിസ്റ്റൺ അപ്പോൾ TDCയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ്? ഈ ഒരു സിലിണ്ടറിൻ്റെ ഹെഡും ഈ ഒരു TDCയും ഇടയിലുള്ള ഒരു പോർഷനാണ് എന്ത്? നമ്മുടെ ക്ലിയറൻസ് വോളിയം VC എന്ന് പറയുന്നത്. ഇനി വരുന്നത് എഞ്ചിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ക്യൂബിക് കപ്പാസിറ്റി എന്ന് വിളിക്കാം, CC. അതാണ് നമുക്കിപ്പോൾ ഒരു എന്താണ്? മൾട്ടി സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. സോ എന്താണ്? ഇപ്പോൾ സിലിണ്ടറിൻ്റെ നമ്പറിന് നമുക്ക് സ്മോൾ n അല്ലെങ്കിൽ K എന്ന് പല നൊട്ടേഷൻ വരുന്നുണ്ട്. എന്താണ്? സ്മോൾ എന്നോ അല്ലെങ്കിൽ K എന്ന് കൊടുക്കാം. സോ എന്താണ്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് സിലിണ്ടർ. അപ്പോൾ എന്താണ്? VS ഇൻറ്റു K അല്ലെങ്കിൽ VS ഇൻറ്റു സ്വെപ്റ്റ് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ ആണ് എന്ത് പറയുന്നത്? ക്യൂബിക് കപ്പാസിറ്റി അല്ലെങ്കിൽ CC എന്നോ അല്ലെങ്കിൽ എഞ്ചിൻ കപ്പാസിറ്റി എന്നൊക്കെ വിളിക്കാം. ദെൻ ക്ലിയറൻസ് വോളിയം നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? നോമിനൽ വോളിയം ഓഫ് ദി കമ്പൾഷൻ ചേമ്പർ അബവ് ദി പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് ടോപ്പ് ഡെഡ് സെൻറ്റർ ആൻഡ് ദി ക്ലിയറൻസ് വോളിയം. അപ്പോൾ എന്താണ്? കമ്പൾഷൻ ചേമ്പറിൻ്റെ വോളിയം വെൻ ദ പിസ്റ്റൺ ഇറ്റ്സ് എ ടോപ്പ് ഡെഡ് സെൻറ്റർ. അടുത്തത് കംപ്രഷൻ റേഷ്യോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. RC എന്നാണ് നമ്മൾ എടുക്കാറ്, അല്ലെങ്കിൽ എന്താണ്? പല നൊട്ടേഷനും R എന്ന് എടുക്കും. നമുക്ക് എന്താണ്? RC എന്ന് യൂസ് ചെയ്യാം. കംപ്രഷൻ റേഷ്യോ ദാറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ദി ക്ലിയറൻസ് വോളിയം. അപ്പോൾ എന്താണ്? നമുക്ക് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എഞ്ചിനിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ഒരു TDCക്കും BDCക്കും ഇൻ ബിറ്റ്വീൻ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്വെപ്റ്റ് വോളിയം, ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം എന്ന് വിളിക്കുന്നത്. ദെൻ കമ്പൾഷൻ ചേമ്പറിൻ്റെ വോളിയം, അല്ലെങ്കിൽ എന്താ പറയുന്നത്? സിലിണ്ടറിൻ്റെ ഹെഡും പിസ്റ്റൺ TDCയിലുള്ളപ്പോൾ ഉള്ള ആ ഒരു ഇൻ ബിറ്റ്വീൻ വോളിയത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ക്ലിയറൻസ് വോളിയം. സോ ഇവരുടെ സമ്മാണ് എന്ത്? ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. സോ VS പ്ലസ് VC ആണ് എന്ത്? ടോട്ടൽ വോളിയം. ദെൻ ഡിവൈഡഡ് ബൈ ദി ക്ലിയറൻസ് വോളിയം. ഇതാണ് എന്ത്? കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് VS ബൈ VC എന്ന് എഴുതാം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ പാർട്സ് അതുപോലെ തന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് വരുമെന്ന് അറിയില്ല. സോ എന്താണ്? ഇനി നമുക്ക് നോക്കാനുള്ളത് SI എഞ്ചിൻ അതുപോലെ തന്നെ എന്താണ്? CI എഞ്ചിൻ. അപ്പോൾ IC എഞ്ചിനിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് എന്ത്? SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനും. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ വെച്ചിട്ടാണ്. ഒരു ടൈപ്പും കൂടി ഉണ്ട്, ഹോട്ട്സ്പോട്ട് ഇഗ്നിഷൻ, അത് കൊടുത്തിട്ടില്ല ഇതിനകത്ത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ഒരു നമ്മൾ എക്സ്റ്റേണൽ കമ്പൾഷൻ എഞ്ചിനും ഇൻറ്റേർണൽ കമ്പൾഷൻ എഞ്ചിനും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്ത്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും കമ്പൾഷൻ ഇഗ്നിഷൻ എഞ്ചിനും. അതിൻ്റെയൊക്കെ പർപ്പസ് ഒന്ന് തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
കൂടുതൽ കാര്യങ്ങൾ എന്താണ് സിമിലറാണ്. സോ ഇപ്പോൾ നമുക്കതിൽ ഫ്യൂവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളാണ് ഏത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ വരുന്നത്. പിന്നെ സി ഐ എഞ്ചിനിൽ വരുന്നത് ഡീസലാണ്. സോ നമ്മൾ ആ ഒരു എഞ്ചിൻ്റെ ഡയഗ്രാം അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ ആ ഒരു പേര് വരുന്നത് തന്നെ എന്താണ്, ആ ഒരു ഇഗ്നിഷൻ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഈ ഒരു എന്താണ് എസ് ഐ എഞ്ചിൻ്റെ ഇഗ്നിഷൻ വരുന്നത് ഒരു എക്സ്റ്റേണൽ ഇഗ്നിഷൻ സിസ്റ്റം വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു എഞ്ചിനിലേക്ക് മാനിഫോൾഡിലേക്ക് എന്ത് ചെയ്യും, ഫ്യൂവൽ മിക്സർ ചാർജായിട്ട് ഇൻടേക്ക് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എസ് ഐ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ electrical discharge produced between the spark plug electrodes by ignition system start the combustion process close to the end of the compression stroke. അപ്പോൾ എന്താണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഫ്യൂവൽ എയർ മിക്സർ അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്തു, ചാർജായിട്ട് ഇൻടേക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് അതടുത്ത് വരുന്ന സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു എന്താണ് സ്പാർക്ക് പ്ലഗിനകത്തുള്ള ഇലക്ട്രോഡ്സിൽ എന്താണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പഷൻ പ്രോസസ്സ് നടക്കുന്നത്. എങ്ങനെയാണ്, ഈ ഒരു സ്പാർക്ക് പ്ലഗിൽ വരുന്ന ഇലക്ട്രോഡുകളുടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പെട്രോളാണ്, അല്ലെങ്കിൽ എന്താണ് ഗ്യാഷ്യസ് ഫ്യൂവലാണ്. ഈ ഒരു എസ് ഐ എഞ്ചിനകത്ത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സൈക്കിൾ അനാലിസിസ് കണ്ടതാണ്. അപ്പോൾ ഇത് ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ, ആ ഒരു സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പാർക്ക് ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ വരുന്നത് എക്സ്പാൻഷൻ സ്ട്രോക്കാണ്. ആ ഒരു സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഞ്ചിനിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് എസ് ഐ എഞ്ചിൻ എന്താണെന്ന് നോക്കിയാൽ എന്താണ് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അത് കമ്പേഷൻ നടത്തുന്ന ഒരു എഞ്ചിൻ, അല്ലെങ്കിൽ എന്താണ് സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ട് കമ്പേഷൻ നടത്തുന്ന ഒരു എഞ്ചിനാണ് എന്ത് പറയുന്നത്, ഈ ഒരു എസ് ഐ എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ അത് വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിലാണ്. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് വരുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് എയർ ഫ്യൂവൽ മിക്സർ, മീൻസ് എന്താണ് എയർ ഫ്യൂവൽ മിക്സറാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് ചാർജായിട്ട്. സോ എന്താണ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് ഗ്യാഷ്യസ് ഫ്യൂവൽസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് പെട്രോളാണ് യൂസ് ചെയ്യുന്നത്. സോ പെട്രോൾ എഞ്ചിനാണ് മെയിനായിട്ട് എന്താണ് എസ് ഐ എഞ്ചിൻസ് ആയിട്ട് വരുന്നത്. ദെൻ വിത്ത് ത്രോട്ടിൽ കൺട്രോൾ ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ മിക്സ് ടു ദി കൺട്രോൾ ലോഡ്. എന്താണ് ഒരു ത്രോട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് എയർ ഫ്യൂവൽ മിക്സറിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇഗ്നിഷന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഒരു സ്പാർക്ക് പ്ലഗ് ആവശ്യമുണ്ട് ഇൻ ദി കമ്പഷൻ ചേമ്പർ. ദെൻ അപ്പോൾ ഇതിന് വേറിട്ടാകുന്ന വോൾട്ടേജ് എന്താണ്, അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ, അതായത് ബാറ്ററി യൂസ് ചെയ്തിട്ട് ഇഗ്നൈറ്റ് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് ഇഗ്നൈറ്റ് ചെയ്യുന്നതുണ്ട്. അതുപോലെ എന്താണ് ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 6:10 ആണ് വരുന്നത്. എന്താണ് ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി ലോ ആണ് കമ്പയർഡ് ടു സി ഐ എഞ്ചിൻ. ദെൻ ഈ ഒരു എഞ്ചിൻ എസ് ഐ എഞ്ചിൻ്റെ സ്പീഡ് വരുന്നത് എന്താണ്, ഇത് ഡ്യൂ ടു ദ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ഹോമോജിനസ് കമ്പഷൻ ദേ ആർ ഹൈ സ്പീഡ് എഞ്ചിൻ. അപ്പോൾ എന്താണ് എസ് ഐ എഞ്ചിൻ എന്താണ് ഹൈ സ്പീഡ് എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് കൊടുക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, ഇതിനകത്ത് ആഡ് ചെയ്യാം. ദെൻ കംപ്രഷൻ റേഷ്യോ കുറവായതുകൊണ്ട് തന്നെ തെർമൽ എഫിഷ്യൻസി കുറവാന്ന് പറഞ്ഞു. എന്താണ് നമുക്കെന്താണ് സി ഐ എഞ്ചിൻ നോക്കാം. അപ്പോൾ സി ഐ എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ ഒരു സി ഐ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, കംപ്രഷൻ ഇഗ്നിഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ചാർജായിട്ട് ഇൻടേക്ക് ചെയ്യുന്നത്. അവിടെ എന്താണ് എയർ ഇൻടേക്ക് ചെയ്യും, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യും. നമ്മൾ പറഞ്ഞു എന്താണ് കംപ്രഷൻ സ്ട്രോക്കിൽ അത് കംപ്രസ് ചെയ്യും. സോ എന്താണ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനകത്തേക്ക് ഫ്യൂവൽ ഇൻജെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കാരണം, ഈ കംപ്രസ് ചെയ്ത എയറിൻ്റെ ഹൈ ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും, ആ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യും. ഇതാണ് ഇതിനകത്ത് വരുന്നത്, മീൻസ് സി ഐ എഞ്ചിനകത്തുള്ള പ്രോസസ്സ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ എഞ്ചിൻ യൂസിങ്
ഡീസൽ ആസ് എ ഫ്യൂവൽ ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് ഡീസലാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ വരുന്നത് കമ്പൾഷൻ ഇഗ്നിഷൻ സിസ്റ്റം ആണ്. ദെൻ ഇവിടെ നമുക്ക് എന്താണ് സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ എന്താണ് ഈ ഒരു എയറിൻ്റെ, അതായത് എയർ ഇൻടേക്ക് ചെയ്യും, ആ ഒരു എയറിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഹൈ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചറും കൂടും. സോ എന്താണ് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യും. സോ അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ടെമ്പറേച്ചർ കാരണം ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യും. ദെൻ വരുന്നത് എന്താണ് ഇതിൻ്റെ സൈക്കിൾ നമുക്കറിയാം. എന്താണ് ഡീസൽ സൈക്കിളിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു CI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ എന്താണ് സൈക്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഫ്യൂവലിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇഗ്നിഷൻ സിസ്റ്റം ആയിട്ടുണ്ട്. എന്താണ് രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വർക്കിംഗ് വരുന്നത്. ദെൻ ആ സ്പാർക്ക് പ്ലഗിന് പകരം ഈ ഒരു എഞ്ചിനിൽ എന്തുണ്ടായിരിക്കും, ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. മറ്റോടത്ത് ഇൻടേക്ക് എയർ ഇൻടേക്കിൻ്റെ ഒപ്പം എന്ത് തന്നെ എന്തുണ്ട്, ഫ്യൂവൽ ഇൻടേക്കും നടക്കുന്നുണ്ട്. എയർ ഫ്യൂവൽ മിക്സറാണ് പെട്രോൾ എഞ്ചിനിൽ വരുന്നത്. ഇവിടെ എയർ മാത്രമാണ് ഇൻടേക്ക് വരുന്നത്. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻജിന് തൊട്ട് മുമ്പായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടെമ്പറേച്ചർ കാരണം ഇഗ്നൈറ്റ് ചെയ്യും. അപ്പോൾ കംപ്രഷൻ മീൻസ് എന്താണ്, കംപ്രഷൻ സ്ട്രോക്കിന് ശേഷം എന്താവും, ഈ ഒരു ഇഗ്നീഷൻ കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ആവും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിസ്റ്റൺ ഡൗൺവേർഡ് മോഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യും. സോ ആ സമയത്താണ് എന്തെന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കംപ്രസ്ഡ് എയറിൻ്റെ ഹീറ്റ് കാരണം ഇഗ്നൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതിനെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ട്രൂ സ്ട്രോക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് 4 സ്ട്രോക്ക് എൻജിൻസും വരുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള ഫ്യൂവൽസാണ് ഇവിടെ യൂസ് ചെയ്യുക നമ്മുടെ SI എഞ്ചിനിൽ. കാരണം ഇപ്പോൾ എയർ ഫ്യൂവൽ മിക്സർ എടുത്തു, നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താണ് എയർ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ ഒരു ഹീറ്റ് അവിടെയും എന്താണ്ടാവും, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയർ ഹീറ്റ് ആവും. ആ ഒരു ഹീറ്റ് കാരണം എന്താവും, അത് ഇഗ്നൈറ്റ് ചെയ്യാൻ പാടില്ല. സോ എന്താണ് ഹൈ വോളറ്റൈൽ ഫ്യൂവൽ, അതുപോലെ തന്നെ എന്താണ് ഹൈ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉള്ള ഫ്യൂവൽസാണ് SI എഞ്ചിനിൽ യൂസ് ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും, ഡീസൽ ഓയിൽ അല്ലെങ്കിൽ എന്താണ് നോൺ വോളറ്റൈൽ ഫ്യൂവൽസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, CI എഞ്ചിനിൽ യൂസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്താണ് വെരി ലോ ആണ്. കാരണം എന്താണ് ആ ഒരു കംപ്രസ് ചെയ്ത് വരുന്ന ഹിറ്റ് കൊണ്ട് വേണം എന്ത് ചെയ്യാം, ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്താണ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആണ് ഇവിടെ ഈ ഒരു CI എഞ്ചിനിലെ ഫ്യൂവൽസിന് വേണ്ടുന്നത്. ഇൻ കമ്പയർഡ് ടു ദ SI എഞ്ചിനിൽ വേണ്ടത് എന്താണ് ഹൈലി വോളറ്റൈലാണ്, അതുപോലെ തന്നെ എന്താണ് ഹൈ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറുള്ള ഫ്യൂവൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫ്യൂവൽ ഈസ് ഇഞ്ചക്റ്റഡ് ഡയറക്ട്ലി ടു ദി കമ്പഷൻ ചേമ്പർ അറ്റ് ഹൈ പ്രഷർ അറ്റ് ദ എൻഡ് ഓഫ് ദി കംപ്രഷൻ സ്ട്രോക്ക്. ഫ്യൂവൽ പമ്പ് ആൻഡ് ഇഞ്ചക്ടർ ആർ നെസസറി. ഇപ്പോൾ ഇവിടെ എന്താണ്, അവിടെ നമുക്ക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്പാർക്ക് പ്ലഗും ആ ഒരു സിസ്റ്റം സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റമാണ് വേണ്ടത്. ഇവിടെ വേണ്ടത് നമുക്ക് എന്താണ് ഹൈ പ്രഷറിൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി സ്പ്രേ ആയിട്ടാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാറ്. സോ നമുക്ക് വേണ്ടത് എന്താണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ, അതുപോലെ തന്നെ പമ്പാണ് ഈ ഒരു CI എഞ്ചിനകത്ത് നമുക്ക് ആവശ്യം സ്പാർക്ക് പ്ലഗിന് പകരം. ദെൻ അവിടെ നമ്മൾ എന്താണ് ത്രോട്ടിൽ കൺട്രോൾ യൂസ് ചെയ്തിട്ട് എന്താണ് എയർ ഫ്യൂവൽ മിക്സ്ചറാണ് എന്ത് ചെയ്യുന്നത് ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് തരുന്നത്. ഇവിടെ എന്താണ് ഇവിടെ ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്യൂവൽ ഈസ് റെഗുലേറ്റഡ് ടു കൺട്രോൾ ദി ലോഡ്, എയർ ക്വാണ്ടിറ്റി ഈസ് നോട്ട് കൺട്രോൾഡ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമ്മൾ എയർ ഇൻടേക്ക് ചെയ്തിട്ട് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, CI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എഞ്ചിൻ്റെ ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ മാത്രം, അല്ലെങ്കിൽ ഫ്യൂവൽ മാത്രമാണ് ഇവിടെ കൺട്രോൾ ചെയ്യുക. SI എഞ്ചിനിലാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ എന്താണ് എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഇൻടേക്ക് ചെയ്യുന്നത്. എന്താണ് നമുക്ക് രണ്ടും കൺട്രോൾ ചെയ്യും, ത്രോട്ടിൽ വെച്ചാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് സെൽഫ് ഇഗ്നിഷൻ ഒക്കർ ഡ്യൂ ടു ദി ഹൈ ടെമ്പറേച്ചർ ഓഫ് എയർ ബിക്കോസ് ഹൈ കംപ്രഷൻ ദ ഇഗ്നിഷൻ ആൻഡ് സ്പാർക്ക് പ്ലഗ് ആർ നോട്ട് നെസസറി. അപ്പം ഇതിനകത്ത് ആ ഒരു എയറിൻ്റെ കംപ്രസ്ഡ് എയറിൻ്റെ ഹൈ ടെമ്പറേച്ചർ കാരണമാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇതിനകത്ത് സെൽഫ് ഇഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. സോ എന്താണ് ഇതിനകത്ത് ഇഗ്നിഷൻ സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് സ്പാർക്ക് പ്ലഗും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത് എന്താണ് ഹൈ ആണ്, 16:20 ആണ് എന്ത് വരുന്നത് കംപ്രഷൻ റേഷ്യോ വരുന്നത്. അതായത് കംപ്രഷൻ റേഷ്യോ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തായിരിക്കും VC കുറവായിരിക്കും. നമുക്ക് കംപ്രഷൻ റേഷ്യോ വരുന്നത് എന്താണ് R = ടോട്ടൽ വോളിയം ബൈ VC എന്താണ് ക്ലിയറൻസ് വോളിയാണ്. സോ എന്താണ് ഡിനോമിനേറ്റർ ലോ ആയാലാണ് നമുക്ക് ആ ഒരു RC ഹൈ ആവുള്ളൂ. എന്താണ് ഈ ഒരു എൻജിൻ്റെ
16:20 ആണ് എന്ത് വരുന്നത്, കംപ്രഷൻ റേഷ്യോ വരുന്നത്. അവിടെ എന്താണ് 6:10 ആണ് SI എഞ്ചിനിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലിമിറ്റ് കൺട്രോൾ, അതായത് കംപ്രഷൻ റേഷ്യോൻ്റെ ലിമിറ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് കംപ്രഷൻ റേഷ്യോൻ്റെ ലിമിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അപ്പർ ലിമിറ്റ്. ദെൻ ഇനി വെയിറ്റ് ഹെട്രോജിനസ് കമ്പേഷൻ, അതുപോലെ തന്നെ എന്താണ് ഹെവി വെയിറ്റ് ആയതുകൊണ്ട് ലോ സ്പീഡ് എൻജിൻസ് ആണ് എന്ത് CI എൻജിൻസ് വരുന്നത്, അല്ലെങ്കിൽ ഡീസൽ എൻജിൻസ് ഒക്കെ എന്താണ് സ്ലോ എൻജിൻസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ലെസ് സ്പീഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ CR നമ്മൾ എന്താണ് കംപ്രഷൻ റേഷ്യോ ഹൈ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഇതിനകത്ത് മാക്സിമം തെർമൽ എഫിഷ്യൻസി ആണ് വരുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് എന്ത് 2 സ്ട്രോക്ക് എഞ്ചിനും അതുപോലെ തന്നെ 4 സ്ട്രോക്ക് എഞ്ചിനും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ കണ്ടു ഓൾറെഡി ഒരു എഞ്ചിൻ്റെ എന്താണ് പറയുന്നത് സൈക്ലിക് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ക്ലോസ്ഡ് സൈക്കിൾ ആണെങ്കിലും ശരി, ഓപ്പൺ സൈക്കിൾ ആണെങ്കിലും ശരി, എന്താണ് സൈക്ലിക് മാനറിലാണ്. അതായത് നമുക്ക് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, പവർ പ്രൊഡക്ഷൻ നടത്തണം. അല്ലെങ്കിൽ ഒരു ഒറ്റ സൈക്കിൾ കൊണ്ട് അല്ലെങ്കിൽ എത്താണ് സിംഗിൾ ഓപ്പറേഷൻ കൊണ്ട് പറ്റില്ല, നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് കണ്ടിന്യൂസ്ലി പവർ പ്രൊഡക്ഷൻ നടത്തണം. സോ നമുക്കെന്താണ് നമ്മുടെ ആ ഒരു വർക്ക് ഡൺ, അല്ലെങ്കിൽ എന്താ പറയുന്നത് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിനനുസരിച്ച്, അതായത് എത്ര സ്ട്രോക്കിൽ അല്ലെങ്കിൽ എത്ര എഞ്ചിൻ്റെ എത്ര റെവല്യൂഷനിൽ നമുക്ക് എത്ര സ്ട്രോക്ക് ലഭിക്കുന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ഈ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 സ്ട്രോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു 2 സ്ട്രോക്കിൽ തന്നെ, അതായത് എഞ്ചിൻ്റെ ഒറ്റ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സിംഗിൾ റെവല്യൂഷനിൽ തന്നെ നമുക്ക് എന്താണ് ഒരു പവർ സ്ട്രോക്ക് നമുക്ക് ലഭിക്കും. മറ്റൊടുത്താണെന്നുണ്ടെങ്കിൽ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റെവല്യൂഷനിലാണ് നമുക്ക് ആകെ ഒറ്റ പവർ സ്ട്രോക്ക് ലഭിക്കുള്ളൂ. അതാണ് എന്ത് 4 സ്ട്രോക്ക് എഞ്ചിനും ഈ 2 സ്ട്രോക്ക് എഞ്ചിനും എന്ന് പറയുന്നത്. നമ്മുടെ 4 സ്ട്രോക്ക് എഞ്ചിനെ നോക്കാം നമുക്ക്. എന്താണ് ഇതിനകത്തുള്ള തെർമോഡൈനാമിക് സൈക്കിൾ എന്താണ് 4 സ്ട്രോക്കിലാണ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് എന്താണ് ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, ദെൻ പവർ സ്ട്രോക്ക്, ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഇതിനകത്ത് പവർ സ്ട്രോക്ക് ഇപ്പോൾ 4 സ്ട്രോക്ക് വരുന്നുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യണം 2 തവണ റിവോൾവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എഞ്ചിൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ പിസ്റ്റൺ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ TDCയിലാണ് പിസ്റ്റൺ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഇതിനകത്ത് ക്രാങ്കിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിൽ ഫാർത്തസ്റ്റ് ആണെങ്കിലാണ് ഇത് TDC എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എന്താണ് ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. സോ ഇപ്പോൾ എന്താണ് ഇനി ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ സക്ഷൻ ആണെന്ന് വിചാരിക്കുക, എന്താവും ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇതിനകത്തേക്ക് ചാർജ് അല്ലെങ്കിൽ എന്താ പറയുന്നത് എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയർ എന്ത് ചെയ്യും ഇൻടേക്ക് ചെയ്യും. അതാണ് സക്ഷൻ സ്ട്രോക്ക് വരുന്നത്. സോ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് റിവോൾവ് ചെയ്ത് എന്താവും ഈ ഒരു പിസ്റ്റൺ എവിടെ എത്തും, BDCയിലെത്തും. ഇതിനകത്ത് ഫസ്റ്റ് എന്താണ് സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞു. ഇനി എന്താണ് ഇപ്പോൾ ഈ പിസ്റ്റൺ ഇപ്പോൾ BDCയിലാണ് നിൽക്കുന്നത്. സോ എന്താണ് ഏറ്റവും ക്രാങ്ക് ഷാഫ്റ്റിനോട് ഏറ്റവും നിയറർ ആയിരിക്കും എന്ത് വരുന്നത് അവിടെ പിസ്റ്റൺ വരുന്നത് ഈ ഒരു കേസിനകത്ത്. അതിൻ്റെ ആംഗിളൊക്കെ നല്ല പറഞ്ഞതാണ്. അപ്പോൾ 0 ഡിഗ്രി ആംഗിളായിരിക്കും വരുന്നത് ഇൻ ബിറ്റ്വീൻ എന്താണ് ക്രാങ്ക്, അതായത് ഈ ഒരു കണക്റ്റിംഗ് റോഡും അതുപോലെ തന്നെ ക്രാങ്കും തമ്മിൽ. ഇവിടെ ആണെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. സോ എന്താണ് ഇപ്പോൾ സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞു, അതായത് ഒറ്റ സ്ട്രോക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത് വരുന്നത് എന്താണ് കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താവും ഈ ഒരു പിസ്റ്റൺ നേരെ എന്താണ് ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് TDCയിലേക്ക് എത്തും. ഇപ്പോൾ കംപ്രഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു എയർ എന്തായിട്ടുണ്ട് കംപ്രസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ SI എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ, CI എഞ്ചിനിലാണെങ്കിൽ എയർ കംപ്രസ് ആയിട്ടുണ്ടാവും. ദെൻ നമുക്ക് എന്താണ് ഇവിടെ SIയിലാണെങ്കിൽ സ്പാർക്ക്, ദെൻ CIയിലാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കും. ഇനിയാണ് എന്ത് വരുന്നത് പവർ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ പവർ സ്ട്രോക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു എഞ്ചിൻ എന്താണ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യണം ബാക്ക്വേർഡിലേക്ക് അല്ലെങ്കിൽ എന്താ പറയണത് താഴേക്ക് മൂവ് ചെയ്യണം. സോ എന്താണ് മൂന്നാമത്തെ സ്ട്രോക്കായി. ദെൻ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇതിനകത്ത് എന്താണ് കമ്പോസ്റ്റ് ചെയ്തതിൻ്റെ ഗ്യാസസ് ഒക്കെ ഉണ്ട്, അതെന്ത് ചെയ്യണം അതിനെ എക്സോസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്ട്രോക്ക് എന്താണ് നാലാമത്തെ സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്കാണ്.
എന്ത് ചെയ്യും, പിസ്റ്റൺ ബി ഡി സിന്ന് വീണ്ടും ടി ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ക്രാങ്ക് 2 തവണ എന്ത് റിവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റെവല്യൂഷനിൽ നമുക്ക് ആകെ ഒറ്റ പവർ സ്ട്രോക്കേ ലഭിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് സി ഐ എഞ്ചിൻ മീൻസ് ഇത് സി ഐ എഞ്ചിൻ്റെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ഈ സ്ട്രോക്കുകളിൽ തന്നെ എസ് ഐയും സി ഐയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 4 സ്ട്രോക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് 4 സ്ട്രോക്കിൽ നമുക്ക് ഒറ്റ പവർ സ്ട്രോക്കേ ലഭിച്ചുള്ളൂ. അല്ലെങ്കിൽ പറയാം ഒരു പവർ സ്ട്രോക്കിന് വേണ്ടിയിട്ട് നമുക്ക് 2 ക്രാങ്ക് റെവല്യൂഷൻ ആവശ്യമുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റെവല്യൂഷൻ ആവശ്യമുണ്ട്. ഇനി നമ്മൾ നേരെ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് തെർമോഡൈനാമിക് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്സ് ഓഫ് ദി പിസ്റ്റൺ ഓർ ഇൻ 1 റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. 2 സ്ട്രോക്ക് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സിംഗിൾ റെവല്യൂഷൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്തിനു വേണ്ടി ദർ ഇസ് 1 പവർ സ്ട്രോക്ക് ഫോർ എവറി റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. എല്ലാ റെവല്യൂഷനിലും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എല്ലാ റെവല്യൂഷനിലും നമുക്ക് ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ നമുക്കൊരു എഞ്ചിനിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് എന്തായിരിക്കും, ഒ ഡി സിയിലായിരിക്കും, ഔട്ടർ ഡെഡ് സെൻറ്ററിലായിരിക്കും പിസ്റ്റൺ ഇരിക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യും, കംപ്രഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു പിസ്റ്റൻ്റെ താഴേക്ക് എയർ ഫ്യൂൽ മിക്സർ ഇൻടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ സക്ഷനും കൂടി നടക്കും. കംപ്രഷൻ്റെ ഒപ്പം എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, ഈ ഒരു എഞ്ചിൻ ഇൻടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ കംപ്രഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, ഇതിൻ്റെ പോർട്ട് ഓപ്പൺ. അപ്പോൾ ഇവിടെ വാൾ സിസ്റ്റം അല്ല വരുന്നത്, പോർട്ട് സിസ്റ്റമാണ്. ഇൻലെറ്റ് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പിസ്റ്റൺ എന്ത് ചെയ്യും, കംപ്രഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒ ഡി സിയിൽ നിന്ന് ഐ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യും. ആ ഒരു സമയത്ത് ബോത്ത് കംപ്രഷനും നടക്കും, സക്ഷനും നടക്കും. ദെൻ അത് കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2 സ്ട്രോക്കിൽ തന്നെ സി ഐ എഞ്ചിനും എസ് ഐ എഞ്ചിനും വരുമെന്നെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് സ്പാർക്ക് ഇഗ്നിഷൻ നടത്തും, അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ നടക്കും. അപ്പോൾ ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രോക്ക്. ഇപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, കംപ്രഷൻ സ്ട്രോക്കാണ് നടക്കുന്നത്. കംപ്രഷൻ അല്ല, പവർ സ്ട്രോക്ക്. അതായത് പവർ സ്ട്രോക്ക് നടക്കും. പിസ്റ്റൺ പിന്നിലേക്ക് ട്രാവൽ ചെയ്യും. ആ ഒരു ടൈമിൽ ഈ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂവൽ മിക്സർ ബേൺ ചെയ്യും. അവിടെയാണ് നമുക്ക് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു പിസ്റ്റൺ കാരണം ഇതിൻ്റെ ഇല്ലറ്റോ അല്ലെങ്കിൽ എക്സോസ്റ്റ് പോർട്ട് ക്ലോസ് ആവും. അപ്പോൾ ഈ ഒരു സ്ട്രോക്കിൻ്റെ എൻഡിൽ അതായത് പവർ സ്ട്രോക്കിൻ്റെ എൻഡിലാകുമ്പോൾ ഈ ഒരു പിസ്റ്റൺ എക്സോസ്റ്റ് പോർട്ടിനെ അൺകവർ ചെയ്യുക, അല്ലെങ്കിൽ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും. അതേ സമയത്ത് തന്നെ ഇതിനകത്തുള്ള ബേൺഡ് ഗ്യാസസ് ഒക്കെ ഇതിനകത്തുനിന്ന് എക്സോസ്റ്റ് ചെയ്യുക. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്ക് നടക്കും, പവർ സ്ട്രോക്ക്. കംപ്രഷൻ്റെ ഒപ്പം തന്നെ സക്ഷനും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻഡ് ഓഫ് ദി പവർ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കും, എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും, ഒരു ബേൺഡ് ഗ്യാസസിൻ്റെ എക്സോസ്റ്റ് നടക്കും. അതേപോലെ തന്നെ ദെൻ ട്രാൻസ്ഫർ പോർട്ട്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പഷൻ ബേൺഡ് ഗ്യാസസൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ പോർട്ട് അൺകവർ ചെയ്യും. ഈ ഒരു ക്രാങ്ക് കേസിൻ്റെ അകത്തുനിന്ന് നമ്മൾ നേരത്തെ ഈ ഒരു കംപ്രഷൻ സ്ട്രോക്കിൽ ഇവിടെ എന്തായിട്ടുണ്ട്, എയർ ഫ്യൂവൽ മിക്സർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പിസ്റ്റൺ ഡൗൺവേർഡ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കംപ്രഷൻ നടക്കുമ്പോൾ ഈ ഒരു എയർ ഫ്യൂവൽ മിക്സർ ഇവിടെ സിലിണ്ടറിനകത്തേക്ക് കയറും. അപ്പോൾ എയർ ഫ്യൂവൽ മിക്സർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും കംപ്രഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രാങ്കിന് 2 തവണ നമുക്ക് ഒരു ഫിഗർ വെച്ച് നോക്കാം. പിസ്റ്റൺ ഐ ഡി സി, ഇതാണ് ഒ ഡി സി. പിസ്റ്റൺ ഒ ഡി സിയിലാകുമ്പോൾ ക്രാങ്കും റോഡും തമ്മിൽ 0 ഡിഗ്രി ആംഗിളായിരിക്കും. ദെൻ കംപ്രഷൻ സ്ട്രോക്കാണ് വരുന്നത്. അപ്പോൾ കംപ്രസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സക്ഷനും നടന്നിട്ടുണ്ട്. ദെൻ അടുത്തത് പവർ സ്ട്രോക്കാണ്. പവർ സ്ട്രോക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, മീൻസ് ഈ ഒരു എൻഡ് ഓഫ് ദി കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ എവിടെ ഇരിക്കും,
ഫാർത്തസ്റ്റ് ഓഫ് ദി ക്രാങ്ക് കേസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രാങ്കിൽ നിന്ന് എന്താണ് ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കും പിസ്റ്റൺ ഉണ്ടാവും, അല്ലെങ്കിൽ IDCയിൽ എത്തിയിട്ടുണ്ടാവും പിസ്റ്റൺ. ദെൻ അടുത്ത എന്താണ് ഇതിൻ്റെ കംപ്രഷൻ സ്ട്രോക്ക്, അല്ലെങ്കിൽ മീൻസ് പവർ സ്ട്രോക്ക് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഷൻ ഓഫ് ദി ഗ്യാസ്. ആ ഒരു ടൈമിൽ എന്താണ് ഈ ഒരു ക്രാങ്കിൻ്റെ എന്താണ് ബാക്കി 180 ഡിഗ്രി റെവല്യൂഷൻ നടക്കും, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി റെവല്യൂഷൻ നടക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോൾ ആ ഒരു സ്ട്രോക്കിൽ എന്താണ് ബാക്കി 180 ഡിഗ്രി റെവല്യൂഷൻ കൂടി നടക്കും. സോ എന്താണ് ഇപ്പോൾ പിസ്റ്റൺ ഇവിടുന്ന് IDCയിൽ നിന്ന് തിരിച്ച് ODCയിലേക്ക് ട്രാവൽ ചെയ്ത് എത്തിയിട്ടുണ്ട്. സോ എന്താണ് ഒറ്റ റെവല്യൂഷനെ ആവശ്യമുള്ളൂ. അതിനകത്ത് നമുക്ക് എന്താണ് ഒരു സ്ട്രോക്ക് ലഭിച്ചു, ഒരു പവർ സ്ട്രോക്ക് ലഭിച്ചു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിൽ, അതായത് ODCയിൽ എത്തിയാൽ എന്താവും, ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവും, ബേൺഡ് ഗ്യാസസ് ഒക്കെ എക്സോസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു അതേ ടൈമിൽ ബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും, ഈ ഒരു ഫ്രഷ് ചാർജ് സിലിണ്ടറിനകത്തേക്ക് ഫില്ലാവും. ദെൻ വീണ്ടും നമുക്ക് എന്താണ് കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ 180 ഡിഗ്രി റെവല്യൂഷൻ. ദെൻ ശരിക്കും എന്താണ് 180 ഡിഗ്രി അല്ല, 120 ഡിഗ്രിയാണ് വരുന്നത്. ഓരോ എഞ്ചിനനുസരിച്ച് എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരു ഐഡിയൽ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് 120 ഡിഗ്രിയാണ് വരുന്നത്. റിയൽ കേസിൽ എന്താണ് വീണ്ടും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി 2 സ്ട്രോക്കിൽ തന്നെ നമുക്ക് എന്താണ് SI ഉണ്ട്, CI ഉണ്ട്. അതുപോലെ തന്നെ 4 സ്ട്രോക്കിൽ നമുക്ക് SI യും CI യും വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് എന്താണ് ബിക്കോസ് ഓഫ് എബോവ് ദ ടേണിംഗ് മൊമെൻറ്റ് ഈസ് നോട്ട് യൂണിഫോം ആൻഡ് ഹെൻസ് എ ഹെവി ഫ്ലൈ വീൽ ഈസ് നീഡഡ്. അപ്പോൾ എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിനിൽ എന്താണ് ഇതിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് എന്താണ് യൂണിഫോം അല്ല, അതുകൊണ്ട് എന്താണ് ഒരു ഹെവിയർ ആയിട്ടുള്ള ഫ്ലൈ വീൽ ആവശ്യമുണ്ട്. ദെൻ 2 സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ടേണിംഗ് മൊമെൻറ്റ് യൂണിഫോം ആണ്, യൂണിഫോം ആയിട്ടാണ് നടക്കുന്നത്. ഹെൻസ് എന്താണ് ലൈറ്റർ ഫ്ലൈ വീൽ എന്താണ് ലൈറ്ററായിട്ട് മതി. നമുക്ക് നമ്മൾ ഈ ഒരു ഇന്നലെ പറഞ്ഞ എന്താണ് ഇതിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഒരു യൂണിഫോം ടോർക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ് ഒരു ഹൈ റേഷ്യോ ഓഫ് മാസ് അതിനകത്ത് ഫ്ലൈ വീലായിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്താണ് 2 സ്ട്രോക്കിൽ നമുക്ക് ഒരു ലൈറ്റർ ഫ്ലൈ വീൽ മതി, 4 സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള ഫ്ലൈ വീൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ് പവർ പ്രൊഡക്ഷൻ 4 സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ പവർ പ്രൊഡക്ഷൻ ലെസ് ആണ്. അതായത് ബിക്കോസ് ഓഫ് 1 പവർ സ്ട്രോക്ക് ഫോർ 2 റെവല്യൂഷൻ. എന്താണ് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യണം 2 തവണ, അതായത് ഒരു 720 ഡിഗ്രി റിവോൾവ് ചെയ്യണം. പവർ പ്രൊഡ്യൂസ്ഡ് ഫോർ ദ സെയിം സൈസ് ഓഫ് എഞ്ചിൻ ഈസ് ലെസ് ഫോർ സെയിം പവർ എഞ്ചിൻ ഈസ് ഹെവിയർ ആൻഡ് ബൾക്കിയർ. എന്താണ് ഈ ഒരു എഞ്ചിൻ ഈ ഒരു 2 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പകുതി റെവല്യൂഷൻ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ആ ഒരു സെയിം പവർ ലഭിക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹെവിയർ അതുപോലെ തന്നെ ബൾക്കിയർ ആയിട്ടുള്ള എഞ്ചിനാണ്. ദെൻ 2 സ്ട്രോക്കിൽ കമ്പയർ ചെയ്ത് നോക്കുക എന്താണ് 1 പവർ സ്ട്രോക്ക് ഫോർ എവറി റെവല്യൂഷൻ. എല്ലാ റെവല്യൂഷനിലും നമുക്ക് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കും. പവർ പ്രൊഡ്യൂസ്ഡ് ഫോർ സെയിം സൈസ് ഓഫ് എഞ്ചിൻ ഈസ് ട്വൈസ്. അപ്പോൾ എന്താ പറയുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനേക്കാൾ എന്താണ് ഇരട്ടി പവർ 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും ഇൻ കമ്പയർഡ് ടു ദ 4 സ്ട്രോക്ക് എഞ്ചിൻ. ഫോർ ദ സെയിം പവർ ഓഫ് ദ എഞ്ചിൻ ഈസ് ലൈറ്റർ ആൻഡ് മോർ കോമ്പാക്ട്. അപ്പോൾ എന്താണ് ഒരു സെയിം പവർ ഔട്ട്പുട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലൈറ്ററാണ്, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിരിക്കും എന്ത് 2 സ്ട്രോക്കിൻ്റെ എഞ്ചിൻ വരുന്നത്. ബിക്കോസ് ഓഫ് 1 പവർ സ്ട്രോക്ക് ഇൻ 2 റെവല്യൂഷൻ ലെസ്സർ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ റിക്വയർമെൻറ്റ് ലോവർ റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ. ഇതിനകത്ത് എന്താണ് നമുക്ക് പവർ സ്ട്രോക്ക്, അതായത് എന്താ 2 റെവല്യൂഷനിലാകെ ഒറ്റ പവർ സ്ട്രോക്ക് ഉള്ളൂ. അപ്പോൾ എന്താണ് ലെസ്സർ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ അപ്പോൾ എന്താണ് കൂളിംഗ് അതുപോലെ തന്നെ എന്താണ് ലൂബ്രിക്കേഷനും റിക്വയർമെൻറ്റ് എന്താണ് വളരെ ലെസ്സാണ്. അതുപോലെ തന്നെയാണ് വിയർ ആൻഡ് ടിയർ ലെസ്സാണ് വരുന്നത് ഈ ഒരു 4 സ്ട്രോക്കിൻ്റെ കേസിൽ. ദെൻ 2 സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമുക്ക് അറിയാലോ ഒറ്റ റെവല്യൂഷനിൽ തന്നെ ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് എന്താണ് ഗ്രേറ്റ് കൂളിംഗ് അതുപോലെ തന്നെ എന്താണ് ലൂബ്രിക്കേഷനും ഹയറാണ് റിക്വയർമെൻറ്റ്. ലൂബ്രിക്കേഷനും കൂളിംഗും എന്താണ് ഗ്രേറ്ററായിട്ട് റിക്വയർ ചെയ്യുന്നുണ്ട്. ദെൻ വിയർ ആൻഡ് ടിയർ റേറ്റും ഹയറാണ് വരുന്നത്. ഇനി 4 സ്ട്രോക്ക് എഞ്ചിൻ ഹാവ് വാൾസ് ആക്ച്വേറ്റിംഗ് മെക്കാനിസം ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൾസ്. അപ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു ക്യാം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റും ക്യാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വാൾ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അവിടെ 4 സ്ട്രോക്ക് എഞ്ചിനില്ലാത്ത. ഇനി 2 സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ് അതിനകത്ത് വാൾവ് ഇല്ല, പോർട്ടുകളാണ് വരുന്നത്. അതായത് ഇൻലെറ്റ് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ആണ് വരുന്നത്.
സോ എന്താണ് അതിനകത്ത് ക്യാമിൻ്റെ ആവശ്യം ക്യാം ഷാഫ്റ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എന്താണ് ബിക്കോസ് ഓഫ് കമ്പാരിറ്റീവ്ലി ഹയർ വെയിറ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് വാൽ മെക്കാനിസം ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ എഞ്ചിൻ ഈസ് മോർ. എന്താണ് ഇതിനകത്ത് വാൽ മെക്കാനിസം അതുപോലെ തന്നെ എന്താണ് ഹെവിയർ ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇവിടെ എന്താണ് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ വാൽ മെക്കാനിസം ഇല്ല. സോ എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലെസ് ആണ് 2 സ്ട്രോക്ക് എഞ്ചിന്. അടുത്ത എന്താണ് ഹയർ വോളിമെട്രിക് എഫിഷ്യൻസി ഡ്യൂ ടു മോർ ടൈം ഫോർ മിക്സർ ഇൻടേക്ക്. എന്താണ് ഇവിടെ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. ദെൻ 2 സ്ട്രോക്ക് എഞ്ചിനിലാണെന്നുണ്ടെങ്കിൽ ലെസ് വോളിമെട്രിക് എഫിഷ്യൻസിയാണ് വരുന്നത്. ദെൻ തെർമൽ എഫിഷ്യൻസി ഈസ് ഹൈ, പാർട്ട് ലോഡ് എഫിഷ്യൻസി ഈസ് ബെറ്റർ. ഇതിനകത്ത് ഹൈ തെർമൽ എഫിഷ്യൻസി അതുപോലെ എന്താണ് ബെറ്റർ പാർട്ട് ലോഡ് എഫിഷ്യൻസി. ദെൻ ഇവിടെ 2 സ്ട്രോക്കിലാണെന്നുണ്ടെങ്കിൽ ലെസ് തെർമൽ എഫിഷ്യൻസിയാണ്, അതുപോലെ തന്നെ എന്താണ് പുവറർ പാർട്ട് ലോഡ് എഫിഷ്യൻസി. ഈ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ മെയിൻലി യൂസ് ചെയ്യുന്നത് കാറ്, ബസ്, ട്രക്ക്, ട്രാക്ടർ, എന്താണ് ഹെവി വെഹിക്കിൾസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, HDVയിലാണ്, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിലാണ് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിൻ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻസ് യൂസ് ചെയ്യുക. അപ്പോൾ സ്കൂട്ടർ, മോട്ടോർ സൈക്കിള്, ദെൻ ഹാൻഡ് സ്പ്രേകളിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് 4 സ്ട്രോക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ, അതായത് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ എന്താണ് SI എഞ്ചിനും CI എഞ്ചിനും എന്താണെന്ന് അറിയണം. സോ ഇപ്പോൾ ഇതിനകത്ത് തന്നെ 4 സ്ട്രോക്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, CI എഞ്ചിനും വരുന്നുണ്ട്, SI എഞ്ചിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് 2 സ്ട്രോക്കിലും SI എഞ്ചിനും CI എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അതും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ 4 സ്ട്രോക്കിൽ ഒരു CI എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനകത്ത് 4 സ്ട്രോക്ക് ആകുമ്പോൾ അത്രയും 4 സ്ട്രോക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഇനി അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ദെൻ CI എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫ്യൂവൽ ഡീസലായിരിക്കും, ഡീസൽ സൈക്കിളായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടണം. 4 സ്ട്രോക്ക് CI എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഡീസൽ സൈക്കിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും, ഡീസലായിരിക്കും ഫ്യൂവൽ വരുന്നത്. എന്താണ് കമ്പേഷൻ ഇഗ്നിഷൻ ആയതുകൊണ്ട് സ്പാർക്ക് പ്ലഗ് ഉണ്ടാവില്ല, പകരം എന്താണ് സെൽഫ് ഇഗ്നിഷൻ ആയിരിക്കും. ഇത് SI എഞ്ചിനായിട്ട്, അതായത് സൈക്കിൾസൊക്കെ എന്താണ് രണ്ടിലും സിമിലർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്താണ് സക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫിഗർ നോക്കുക. ഫസ്റ്റ് എന്താണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, എയർ ഫ്യൂൽ മിക്സർ ഇത് CI എഞ്ചിനാണ്. സോ എന്താണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയാം, നമുക്ക് എന്താണ് എയർ മാത്രമായിരിക്കും ഇൻടേക്ക് ചെയ്യുന്നത്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, എയർ മാത്രമായിരിക്കും ഇൻടേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് സക്ഷൻ സ്ട്രോക്കാണ് വരുന്നത്. ദെൻ അടുത്ത സ്ട്രോക്ക് വരുന്നത് കംപ്രഷൻ സ്ട്രോക്കാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കേസിനകത്ത് ഈ ഒരു എഞ്ചിൻ എങ്ങനെ മീൻസ് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നത് ഫ്രം എവിടുന്ന് TDC ടു BDC എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, സക്ഷൻ നടക്കും. ദെൻ കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. ആ ഒരു സമയത്ത് കംപ്രഷൻ സ്ട്രോക്കിൽ നമുക്ക് എന്താണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കണം. ദെൻ എന്താണ് ഈ ഒരു സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കും. ഫ്യൂൽ ഇഞ്ചക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ്. സോ എന്താവും ഫ്യൂൽ ഇഞ്ചക്ഷൻ നടന്നു കഴിഞ്ഞാൽ കംപ്രഷൻ ഈ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ കാരണം എന്താണ് ഇഗ്നിഷൻ നടക്കും. സോ എന്താണ് വരുന്നത് പവർ സ്ട്രോക്കാണ് വരുന്നത്. ആ ഒരു പവർ സ്ട്രോക്കിലും എന്താണ് നമ്മുടെ എക്സോസ്റ്റ് വാൽവും ഇൻലെറ്റ് വാൽവും എന്താണ് ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതാണ് പവർ സ്ട്രോക്ക് വരുന്നത്, മൂന്നാമത്തെ സ്ട്രോക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു സ്ട്രോക്കിൽ ഈ ഒരു ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്താണ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ കംപ്രഷൻ, അതായത് പവർ സ്ട്രോക്കിനെ നമുക്ക് കമ്പേഷൻ സ്ട്രോക്ക് എന്നും കൂടി വിളിക്കുക, അല്ലെങ്കിൽ കമ്പേഷൻ പ്രോസസ്സ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പവർ സ്ട്രോക്കിലാണ്. സോ എന്താണ് നമുക്ക് ഇനി ബേൺഡ് ഗ്യാസിൻ്റെ റിമൈനിങ്സ് ഒക്കെ എന്താണ് ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം, എക്സോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് അതായത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവണം. സോ എന്താണ് ഈ ഒരു പവർ സ്ട്രോക്കിൻ്റെ എൻഡിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ എന്താണ് അടുത്ത സ്ട്രോക്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. അതായത് എന്താണ് BDC എന്ന് പറയുമ്പോൾ എന്താണ് ഈ താഴെയുള്ള പോർഷനാണ്, അവിടെ നിന്ന് എന്ത് ചെയ്യും ടോപ്പിലേക്ക് ട്രാവൽ ചെയ്യും.
ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ദ ബേൺ ഗ്യാസ് എസ്കേപ്പ് ത്രൂ ദി എക്സോസ്റ്റ് വാൾ ഡ്യൂറിങ് ദി സ്ട്രോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, പി വി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡീസൽ സൈക്കിളിൻ്റെ ഡയഗ്രാം തന്നെയാണ് വരുന്നത്. അപ്പോൾ സക്ഷൻ, കംപ്രഷൻ, പവർ സ്ട്രോക്ക്, ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇനി നമ്മുടെ 4 സ്ട്രോക്കിൽ തന്നെ SI എഞ്ചിൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞെന്താണ് സൈക്കിൾസ് ഒക്കെ സിമിലർ ആണെന്ന്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് എന്താണ് ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ എന്താണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഇൻടേക്ക് നടക്കും, അല്ലെങ്കിൽ എന്താണ് സക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻടേക്ക്, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ് എന്നാണ്. സോ നമുക്ക് എന്താണ് സക്ഷൻ സ്ട്രോക്ക് നടക്കും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ എന്താണ് നമുക്ക് SI എഞ്ചിൻ ആയതുകൊണ്ട് SI എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഓട്ടോ സൈക്കിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ആ ഫിഗറിനകത്തുള്ള ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. 2 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സുള്ള സൈക്കിൾ വരക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, പിസ്റ്റൺ എന്ത് ചെയ്യും, TDCയിൽ നിന്ന് BDCയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ എയർ ഫ്യൂവൽ മിക്സർ എൻ്റർ ചെയ്യും. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അവിടെ എയർ മാത്രമാണ് ഇൻടേക്ക് ചെയ്യുന്നത്, ഇവിടെ എയർ ഫ്യൂവൽ മിക്സർ ഇൻടേക്ക് ചെയ്യും. ദെൻ വരുന്നത് എന്താണ് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. അപ്പോൾ എന്താണ് 2 വാൽവും ക്ലോസ് ആവും. പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. എന്താണ് കംപ്രസ് ചെയ്യും, ഒരു എയർ ഫ്യൂവൽ മിക്സറിനെ പിസ്റ്റൺ കംപ്രസ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ഒരു മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യും. അപ്പോൾ ഇഗ്നിഷന് ശേഷം എന്ത് സംഭവിക്കും, പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ ആണ് എന്ത് പവർ സ്ട്രോക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് പവർ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മീൻസ് എൻജിൻ വർക്ക് ചെയ്തു എന്ന് പറയാം നമുക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. ദെൻ അടുത്ത സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഫ്യൂവൽ എന്താണ് ഈ ഒരു മിക്സർ ബേൺ ചെയ്ത ഗ്യാസസ് ഒക്കെ എന്താവും എൻജിനിൽ നിന്ന് എക്സോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, കംപ്രഷൻ സ്ട്രോക്കിന് ശേഷം സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇഗ്നൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഇൻലെറ്റിൽ എന്താണ് ഫ്യൂവൽ മിക്സറാണ് ഇൻടേക്ക് ചെയ്യുന്നത്. കംപ്രഷൻ അതായത് 4 സ്ട്രോക്കിലെ CI എഞ്ചിനാണെങ്കിൽ എന്താണ് എയർ ഫ്യൂവൽ മിക്സർ അല്ല, എയർ മാത്രമാണ് ഇൻടേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടക്കും. ദെൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് സ്പ്രേ ആണ് ചെയ്യുക. അതെന്ത് ചെയ്യും, സൾഫൈറ്റ് ഇഗ്നൈറ്റ് ചെയ്യും ഡ്യൂ ടു ദി ഹൈ ടെമ്പറേച്ചർ ഓഫ് ദി കംപ്രസ്ഡ് എയർ. ഇതാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൽ തന്നെ എന്താണ് 2 സ്ട്രോക്കിൻ്റെ നോക്കാം വർക്കിംഗ് എങ്ങനെയെന്ന്. പിന്നെ കമ്പയർഡ് ടു ദി 4 സ്ട്രോക്ക് 2 സ്ട്രോക്കിനുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പോർട്ടുകളാണ്, വാൽവിന് പകരം പോർട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അത് മെയിൻ ഡിഫറൻസ്. ദെൻ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ SI എഞ്ചിനാണ്, അതായത് ഓട്ടോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനാണ്, 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈക്കിൾ PV ഡയഗ്രാം വരുന്നത് ഓട്ടോ സൈക്കിളിൻ്റെ ഡയഗ്രാമാണ്. അതുപോലെ തന്നെ എന്താണ് SI എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് ചെയ്യാൻ വേണ്ടി സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഞ്ചിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇൻലെറ്റ് വാൽവ് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു ഇൻലെറ്റ് വാൽവിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എയർ ഇൻടേക്ക്, എയർ ഫ്യൂവൽ മിക്സർ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പിസ്റ്റൺ താഴേക്ക് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. താഴേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ട്രാൻസ്ഫർ പോർട്ട് വഴി, അതായത് ട്രാൻസ്ഫർ പോർട്ട് കാണാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ പോർട്ട് വഴി എന്താണ് ഇൻലെറ്റ് പോർട്ട് വഴി മീൻസ് അല്ലെങ്കിൽ എന്താണ് ഇൻലെറ്റ് വാൽവ് വഴി എന്താണ് ഇതിനകത്തേക്ക് ഇൻടേക്ക് ഫ്യൂവൽ മിക്സർ എന്താ ചെയ്തിട്ടുണ്ടാവും, ഇൻടേക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ ട്രാൻസ്ഫർ പോർട്ട് വഴി എങ്ങോട്ട് പോകും, അത് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് പോകും. ദെൻ അടുത്ത എന്താണ് ഇതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത് അത് കഴിഞ്ഞാൽ എന്താണ് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്പാർക്ക് ഇഗ്നിഷൻ നടത്താം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ താഴേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ എന്താണ് താഴേക്ക് ട്രാവൽ ചെയ്താൽ അതിൻ്റെ എൻഡിൽ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും. ബേൺ ഗ്യാസസ് ഒക്കെ അതിനകത്ത് കൂടെ എക്സോസ്റ്റ് ചെയ്യും. ഇനി നമുക്കെന്താണ് ഇതിനെ 2 സ്ട്രോക്കിലെ എന്താണ് CI എഞ്ചിൻ കാണാം. CI എഞ്ചിനാകുമ്പോൾ എന്താണ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡീസൽ സൈക്കിൾ യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു എഞ്ചിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ടോയെന്നും നോക്കാം നമുക്ക്.
ഇതിനകത്ത് ഫസ്റ്റായിട്ട് വരുന്നത് എന്താണ്? സിലിണ്ടറാണ്. സോ എന്താണ്? ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ വരുന്നത്. ദെൻ ഇതാണ് ക്രാങ്ക് കേസ് വരുന്നത്. സോ ഇതാണ് പിസ്റ്റൺ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണെന്ത്? ഇൻലെറ്റ് പോർട്ട് വരുന്നത്. സോ മറ്റോടത്ത് എങ്ങനെയാണ് ഇൻലെറ്റ് പോർട്ട് വരുന്നത്? ക്രാങ്ക് കേസിലാണ്. സോ ക്രാങ്ക് കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു എയർ ഫ്യൂൽ മിക്സർ ഫസ്റ്റ് സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് എങ്ങോട്ട് പോകുന്നത്? എൻജിൻ സിലിണ്ടറിലേക്ക് പോകുന്നത്. എന്താണ്? ഇതിനകത്തും എന്തുണ്ട്? ട്രാൻസ്ഫർ പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ പിസ്റ്റൺ എവിടെ നിൽക്കുന്നത്? ഇൻലെറ്റ് പോർട്ടിൻ്റെ മേലെയാണ് പിസ്റ്റൺ നിൽക്കുന്നത്. സോ എന്താണ്? ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാങ്ക് കേസിനകത്തേക്ക് എയർ ഇൻടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് എയർ മാത്രമാണ് ഇൻടേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പിസ്റ്റൺ എന്താണ്? ബി ഡി സിന്ന് ടി ഡി സി അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഒ ഡി സിന്ന് ഐ ഡി സിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഇൻടേക്ക് ചെയ്യുന്നത്. ദെൻ പിസ്റ്റൺ താഴേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പിസ്റ്റൺ കാരണം എന്താവും? ഈ ഒരു ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആവും. ഈ ഒരു പിസ്റ്റൺ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആവും. ആ ഒരു സമയത്ത് എന്താണ്? ട്രാൻസ്ഫർ പോർട്ട് വഴി എന്താണ്? ഇപ്പോൾ പിസ്റ്റൺ കാരണം ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിസ്റ്റൺ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും? ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആവും, ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവും. അപ്പോൾ എന്താണ്? ട്രാൻസ്ഫർ പോർട്ട് വഴി എന്താണ്? എയറിന് സിലിണ്ടറിൻ്റെ അകത്തേക്ക് മീൻസ് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്? ഈ ഒരു പിസ്റ്റൺ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താണ്? നമ്മുടെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് ഈ ഒരു പിസ്റ്റൺ കാരണം. അപ്പോൾ ഇത് പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും. ഇപ്പം എന്താണ്? ഇതിനകത്ത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഫ്യൂൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഗ്യാസിൻ്റെ വേസ്റ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? എക്സോസ്റ്റ് പോർട്ട് വഴി എന്ത് ചെയ്യാം? പുറത്തേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക് പോസിബിൾ ആവും. അതുപോലെ തന്നെ എന്താണ്? ഇതിനകത്ത് ഫ്യൂൽ ഇഞ്ചക്ടറും കൂടി ഉണ്ടായിരിക്കും. എന്താണ്? CI എഞ്ചിൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസും കമ്പാരിസണും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താണ്? സംശയങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? മോർ ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.